ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ലെങ്കിലേ ഈ മിണ്ടാപ്രാണിയോടെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ. ഇനി എന്റെ അമ്മയെ കുറിച്ച് ഇവള് വല്ലതും പറഞ്ഞ ഉറപ്പായിട്ട് ഞാൻ അവളെ തല്ലും. ആ മോതിരം അവൻ എന്ത് ചെയ്തു ഈശ്വരനറിയാം. നിന്നോടുള്ള ഇഷ്ടം വെച്ചിട്ട് അവനത് കായലിലോ കടലിലോ എറിഞ്ഞു കാണും. വലിയ മീൻ വാങ്ങിച്ചു കൊടുത്താ സഹോദരിയുടെ മോനെ കെട്ടിച്ചു കൊടുക്കുന്നു കരുതുന്ന മരമണ്ടനായി നിന്റെ അച്ഛന്റെ ബുദ്ധി തന്നെയാ നിനക്കും. ഞാനൊരു കാര്യം പറയാം. ഒരാളെ സ്നേഹിച്ച് അവന്റെ മനസ്സിൽ കയറാൻ പാടാ. പ്രത്യേകിച്ചും വേറൊരാളെ സ്നേഹിക്കുന്ന ആളുടെ മനസ്സിൽ കയറി പറ്റാൻ വലിയ പാടാ. നീ എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി, അർജുന്റെ താലി നിന്റെ ഈ കഴുത്തിൽ വീഴണം. അത്രേ ഉള്ളു എനിക്ക്. അമ്മ ഞാൻ ഒന്ന് നിന്നേ. ഇതൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊണ്ടുവന്നേ. അവിടെ വെച്ചേക്ക്, ഞാൻ രാവിലെ വന്നെടുത്തോളാം. രാവിലെയോ? ഇപ്പൊ അയൺ ചെയ്യാനാ പറഞ്ഞത്. ഈ രാത്രിയിലോ? രാത്രിയിലെന്താ അയൺ ചെയ്ത ശരിയാവില്ലേ? നിന്നോട് പറഞ്ഞ പണി നീ എടുക്ക. അത് രാത്രിയായാലും പകലായാലും അതിനാ ശമ്പളം തരുന്നത്. ഇവളെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയതാ ഇവൾ ആളൊരു അഹങ്കാരിയാണെന്ന്. ഇപ്പൊ പറ്റില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അഹങ്കാരിയായ സ്ഥിതിക്ക് ഇനി ഒരിക്കലും പറ്റില്ല. ജോലിക്കാരുടെ മെക്കെട്ട് കയറുന്ന കൊച്ചമ്മമാരൊക്കെ അങ്ങ് സിനിമയിലും സീരിയലിലും. അതും കണ്ടോണ്ട് എന്നെ ഭരിക്കാൻ വരരുത്. നല്ലോണം ജോലിയെടുക്കും, അതിനൊരു മടിയുമില്ല. അതൊക്കെ പൈസ തരുന്നവരോട് ഞാൻ ബോധിപ്പിച്ചോളാം. ഞാൻ അഹങ്കാരിയാണെന്ന് തോന്നിയത് ഇപ്പൊ ശരിയാണെന്ന് മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കി വേണം എന്നോട് സംസാരിക്കാൻ. പാതിരാത്രി കൊച്ചമ്മ കളിക്കാൻ വന്നേക്കുന്നു. അപ്പോ ഗുഡ് നൈറ്റ്. മോനെ മോനെ ഡാ മോനെ, നിനക്ക് പനി കുറവില്ലെങ്കിൽ ഡോക്ടറെ ഒന്ന് പോയി കാണാം. ഞാനൊരു ഗുളിക കഴിച്ചിരിക്കും അമ്മേ. മാറുമോന്ന് നോക്കാം. മാറിയില്ലെങ്കിൽ പോവാം. നല്ല പനിയുണ്ട് മോനെ. നീ മഹിയെ വിളിച്ചോണ്ട് ഹോസ്പിറ്റലിൽ പോ. കുറച്ചുനേരം കിടന്നാ മാറും അമ്മേ.
ചൂടുവെള്ളം ഇരിപ്പുണ്ടോ? എന്തോന്ന്? നിന്റെ ആംഗ്യ ഭാഷയും മൂളലൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സംസാരശേഷിയുള്ള മറ്റുള്ളവരൊക്കെ എവിടെ പോയി? എന്തോന്ന്? മോള് ചത്തുപോയെന്നോ? എനിക്കിപ്പോ കുറച്ച് ചൂടുവെള്ളം വേണം. നീ അതൊന്നും ഉണ്ടാക്കിത്താ. അയ്യോ, ഇങ്ങോട്ട് കാണിക്കുന്നൊന്നും എനിക്ക് പിടി കിട്ടുന്നില്ല. എന്താ അമ്മേ? ഞാൻ കുറച്ച് ചൂടുവെള്ളം ചോദിച്ചു. അപ്പോഴേ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നു. നിനക്കേ ഇവരെ പോലുള്ളവരുടെ ആംഗ്യഭാഷ പിടികിട്ടോ? ആ, എനിക്കറിയില്ല. ഈ രമയ്ക്ക് വട്ട ഇതുപോലുള്ള ഐറ്റങ്ങളെ കൊണ്ടുവന്ന് അടുക്കളയിൽ ജോലിക്ക് നിർത്തിയിരിക്കുന്നത്. ഒരു കണക്കിന് ഇവള് സംസാരിക്കാത്തതാ നല്ലത്. ഇവളുടെ ആ കഴിവും കൂടി ചേർത്ത് മോൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ഈ നീളല്ലേ അവളുടെ നാക്കിന്. സംസാരിക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടേ മോക്ക് നല്ല ഉപദേശം കൊടുക്കാനും നല്ലത് പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. സാരമില്ല, ഞങ്ങൾ കുറേ ദിവസം ഇവിടെ കാണും. മോളെ നല്ലോണം പഠിപ്പിച്ചിട്ടേ ഇവിടുന്ന് പോകൂ. അമ്മ പൊക്കോ, ബാക്കി ജോലി ഞാൻ ചെയ്തോളാം. അമ്മ കരയുവാണോ? എന്താ അമ്മേ, എന്താ പറ്റിയേ? ഇതൊക്കെ നീ അവളോട് ചോദിച്ചാ അവൾ എങ്ങനെ മറുപടി പറയാനാ? ഞാൻ പറയാം. എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണം. അത് വന്ന് പറഞ്ഞപ്പോ ഇവൾ എന്തൊക്കെയോ കാണിക്കുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ഇപ്പൊ ഉണ്ടാക്കി തരാന്നല്ലേ അമ്മ പറഞ്ഞേ? അത് അമ്മയ്ക്ക് മനസ്സിലാവണ്ടേ? ആ, ഒന്നെങ്കിൽ ഇവരുടെ ഈ കഥകളിയൊക്കെ ഞങ്ങൾക്കും കൂടെ ഒന്ന് പഠിപ്പിച്ചതാ. അല്ലെങ്കിലേ ഈ മിണ്ടാപ്രാണിയോടെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ. ഇനി എന്റെ അമ്മയെ കുറിച്ച് ഇവള് വലുതും പറഞ്ഞ ഉറപ്പായിട്ട് ഞാൻ അവളെ തല്ലും.